വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കിയ ഒരു ആത്മകഥ. മുൻ LDF കൺവീനറും CPM മുതിർന്ന നേതാവും EP ജയരാജന്റേത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകമാണ് CPMനെ വെട്ടിയിലാക്കിയിരിക്കുന്നത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും BJPയിൽ ചേരാൻ ശോഭാ സുരേന്ദ്രനെ കണ്ടതും പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് P സരിനെയും CPM പരിഗണിച്ചതും അടക്കമുള്ളവയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് EPയുടെ ആത്മകഥ എന്ന നിലയിൽ പ്രചരിക്കുന്ന പുസ്തക ഭാഗത്തിലുള്ളത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും BJPയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണ് വരുത്തി തീർത്തതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. തൃശൂർ ഗസ്റ്റ് ഹൌസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. ഒരു തവണ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണത്. അതിനു മുമ്പോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും പുസ്തകത്തിൽ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. DC ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലെ ഭാഗങ്ങളാണ് പുറത്തു വന്നത്. 1.5 വർഷത്തിനു ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളം. അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ്, അതും പൊതുസ്ഥലത്ത് വെച്ചായിരുന്നില്ല കണ്ടത് എന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നും EP തുറന്നടിച്ചു. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനവും പുസ്തകത്തിൽ EP ഉന്നയിക്കുന്നുണ്ട്. P സരിൻ അവസരവാദിയാണെന്നും സ്വതന്ത്രൻ വയ്യാവേലിയാകുന്നത് ഓർക്കണമെന്നും EMS തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും PV അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് EP സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നത്. രണ്ടാമത് ദേശാഭിമാനി ബോണ്ട് വിവാദം. ദേശാഭിമാനി ബോണ്ട് വിവാദം EP പുസ്തകത്തിൽ പരാമർശിക്കുന്നു. സാന്റിയാഗോ മാർട്ടിനുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചർച്ച ചെയ്ത് മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാലായിരുന്നു. സെക്രട്ടേറിയറ്റ് തീരുമാനം അനുസരിച്ചാണ് ബോണ്ടായി 2 കോടി മുൻകൂർ വാങ്ങിയത്. പക്ഷേ പ്രശ്നം വഷളാക്കിയത് അന്ന് പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന വിഭാഗീയതയാണ്. VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി. മരിക്കും വരെ CPM എന്ന് തന്നെയാണ് EP ജയരാജൻ പറയുന്നത്. താൻ മരിക്കും വരെ CPM ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചു എന്ന അർത്ഥം ഉണ്ട് എന്നും EP പുസ്തകത്തിൽ പരാമർശിക്കുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. താൻ എഴുതിയ പുസ്തകമല്ല DC ബുക്സിനെതിരെ നിയമ നടപടി EP ജയരാജൻ പറയുകയും ചെയ്തു. എന്നാൽ പുസ്തകത്തിലെ വെളിപ്പെടുത്തലെന്ന നിലയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തള്ളി. തികച്ചും അടിസ്ഥാനരഹിതമാണ്. പുസ്തകം താൻ എഴുതി തീർത്തിട്ടില്ല. DC ബുക്സും മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നു. താനിതിന്റെ അനുമതി ആർക്കും കൊടുത്തിട്ടില്ല. ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണ്. ഇതിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാണ് ആത്മകഥയിൽ എഴുതുക? ഞാൻ എഴുതാത്ത കാര്യം തന്റേത് അല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഒരാൾക്കും ഒന്നും കൈമാറിയിട്ടില്ല. താൻ എഴുതിയതിലൊന്നും ഇക്കാര്യങ്ങളില്ല. താൻ എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നു. ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെ പുറത്തു വന്നത് എന്ന് അറിയില്ല. എന്റെ ജീവിത ചരിത്രവും രാഷ്ട്രീയ ചരിത്രവുമാണ് എഴുതുന്നത്. താനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗമേ എനിക്കറിയൂ. താൻ ഇതിനിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ പറഞ്ഞു.